Hey all, it's me Shahana. Welcome to my channel. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പേഴ്സണലായിട്ട് എങ്ങനെയാണ് മഫ്ത കുത്തുന്നതെന്ന് ഒരുപാട് പേര് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ വീഡിയോ ചെയ്തിരുന്നു, പക്ഷെ അതത്ര ക്ലിയർ അല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരു ഓൺ വോയിസിൽ തന്നെ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു വീഡിയോ ചെയ്തു തരാം എന്ന് വിചാരിച്ചു. കാരണം സാധാരണ ഷോർട്ടായിട്ടുള്ള ഹിജാബ് കുത്തുന്ന വീഡിയോസിലൊക്കെ പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്താൽ അതെങ്ങനെ ആവും എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്കെല്ലാം ഞാൻ കുത്തുന്ന രീതിയിലുള്ള എല്ലാതും കറക്റ്റായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പിന്നത്തെ റിക്വസ്റ്റാണ്, ഇതുപോലൊക്കെ ഇങ്ങനെ ചുറ്റിക്കെട്ടി കഴിഞ്ഞാൽ എങ്ങനെ മാസ്ക് യൂസ് ചെയ്യും, കാരണം ഇപ്പോൾ മാസ്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും ഇതിൽ പറയുന്നുണ്ട്. ഇതറിയുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും, എന്നാൽ അറിയാത്തവർക്കായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ചെറിയ ഷാൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഷോളിനൊക്കെ വലുപ്പം വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത്രയുള്ള അതിന് കൂടുതലാണെങ്കിലും ഇഷ്യൂ ഒന്നുമില്ല, വലിയ ഷോളാണെങ്കിലും ഇഷ്യൂ ഒന്നുമില്ല. കുറച്ച് നീളം ഉണ്ടായിക്കോട്ടെ, ഒരു മിനിമം, അത്ര വലിയ നീളമല്ല എന്നാലും കുഴപ്പമില്ലാത്ത നീളം ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് ഇങ്ങനെ ഇട്ടതിന് ശേഷം രണ്ടായിട്ട് മടക്കിയിട്ട്, ഇപ്പോൾ ഇങ്ങനെ ഒരു ഷോളാണെങ്കിൽ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് തലയിലിടണം. തലയിലിട്ടതിന് ശേഷം രണ്ട് സൈഡും ഒപ്പാണോ എന്നൊന്ന് ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഒപ്പാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തലയിലിട്ടിട്ട് ഇങ്ങനെ നമ്മുടെ ചെവിയുടെ ബാക്കിലേക്ക് എടുക്കുക. മുടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ബാക്കിലേക്ക് ഈ രണ്ട് സൈഡും നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തിൽ ഇങ്ങനെ ഞാനിപ്പോൾ കെട്ടണത് സാധാരണ നമ്മൾ കയറൊക്കെ എടുത്ത് കെട്ടണ പോലെ ഇങ്ങനെ കെട്ടണതാണ്. കെട്ടുമ്പോൾ മുടിയൊക്കെ വരും, അപ്പോൾ അങ്ങോട്ട് ഉള്ളിലേക്ക് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇപ്പോൾ ഇതാ ഈ രണ്ട് സൈഡ് ഇങ്ങനെ ചുരുട്ടി കിടക്കുന്നുണ്ടാവും. നമ്മളിതിന് ഡിസൈൻ ചെയ്യാനൊന്നും പോകുന്നു വേണ്ട. നമ്മളിങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് തലയിൽ ഇട്ടിട്ട് ആ ഒരു വൃത്തി നല്ല ഭംഗിയുള്ള ടർബൻ ആക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിനിങ്ങനെ എടുത്തതിന് ശേഷം ഇങ്ങനെ തന്നെ ചുരുട്ടി കൂട്ടിയിട്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗം ഒരു സൈഡിനെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കാം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പിൻ ചെയ്യണമെന്ന് നിർബന്ധമല്ല, കാരണം ഈ സൈഡ് ഇതിൻ്റെ മേലെ കൂടെയാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഈ സൈഡിനെ നിങ്ങൾക്ക് ഇതുപോലെ അതേപോലെ തന്നെ ചുരുട്ടി പിടിച്ചിട്ട് നിങ്ങൾ വല്ലാണ്ട് ഡിസൈൻ ചെയ്യാൻ നോക്കണ്ട, ചുരുട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ആക്കുക. എന്നിട്ട് ഇവിടെ ഉള്ളിലേക്ക് വെക്കുക. അതേപോലെ ഈ സൈഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് ചിലപ്പോൾ വെക്കാമെന്ന് വെച്ചാൽ ഈ അടിയിൽ കൂടെയാണ് വെക്കേണ്ടത്. ചിലപ്പോൾ ഇത്ര നീളം ഉണ്ടാവില്ല ഷാൾ. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ ആദ്യം ചുറ്റിയതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും, അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റി വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഇങ്ങനെ ഷോൾ ഇടുമ്പോൾ അയ്യോ ഇനി പഴിഞ്ഞു പോയാലോ എന്ന് പേടിയുള്ളവരാണെങ്കിൽ ഒരു സൂചി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചെയ്യണത് ഈ ഒരു പരിപാടിയാണ്. പിന്നെ ഞാൻ ഈ തൊപ്പിത്തട്ടം പോലെ യൂസ് ചെയ്യാറുണ്ട്. സാധാരണ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ മേലെ ഇങ്ങനത്തെ തൊപ്പിത്തട്ടങ്ങളില്ലേ കുറച്ച് വലുത്, അങ്ങനത്തെ യൂസ് ചെയ്യും. അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ യൂസ് ചെയ്യുക. സാധാരണ മക്കന ഉണ്ടെങ്കിൽ അതായാലും മതി. അപ്പോൾ ഇത് യൂസ് ചെയ്തയാളുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തട്ടൊക്കെ ഇടുമ്പോൾ ഇതിൻ്റെ മേലെ ഷോൾ കുത്തുമ്പോൾ കുറച്ചുകൂടി കംഫർട്ടായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യണം. ഇത് നിർബന്ധമില്ല, പക്ഷേ ഞാൻ എൻ്റെ രീതി കാണിച്ചു തരുന്നതുകൊണ്ട് ഇത് ഞാൻ ഇടുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ വരും. നമുക്ക് ഈ ഫ്രണ്ട് പോർഷനാണ് ഇമ്പോർട്ടൻറ്റ്, വേറെ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളല്ല. അതുപോലെ വരും. ഇപ്പോൾ നല്ല നീളമുള്ള മക്കനൊക്കെ ആണെങ്കിൽ ഈ ബാക്ക് സൈഡിന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ഇവിടെ ഒരു സാധാ പിന്നെന്തെങ്കിലും ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിങ്ങനെ ബാക്കിലേക്ക് ഇറങ്ങിപ്പോവില്ല. അതൊക്കെ നമ്മുടെ അവിടെ ഐഡിയ പോലെ ഇരിക്കും. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ കുറച്ചുകൂടി കംഫർട്ടായ പോലെ ആയി ഇങ്ങനെ നിന്നു. നെക്സ്റ്റ് നമ്മൾ വരുന്നത് നമുക്ക് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന സംഭവം ഷോൾ കുത്തലാണ്. അപ്പോൾ ഷോൾ എങ്ങനെ കുത്താമെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഷോൾ കുത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡാണിത്. എൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ ഭാഗം കുറച്ച് ഷോളെ ഞാൻ ഇട്ടിട്ടുള്ളൂ. റൈറ്റ് സൈഡ് കുറച്ചും കൂടി നീളത്തിലിട്ടിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് കുറച്ചും റൈറ്റ് സൈഡ് കുറച്ച് അധികവും ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടതിന് ശേഷം ഒരു കാൽ ഭാഗത്തിൽ നിന്ന് പിടിച്ചിട്ട്, കാൽ ഭാഗം മതി, നമ്മുടെ ബാക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കേട്ടോ. നിങ്ങൾക്ക് ബാക്കിലേക്ക് എത്ര നീളം വേണം അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഇടുക. ഇതുപോലെ കാൽ ഭാഗത്തിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങനെ കയറ്റി ഇവിടെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. അതൊക്കെ നമ്മളെ രീതിയാണ്, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതും ഒക്കെ. എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ ഈ ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ നമുക്ക് ചില ഡ്രസ്സുകൾ നമുക്ക് നല്ല കംഫേർട്ടായിരിക്കും. നമ്മളെ ചെസ്റ്റിനെ കംപ്ലീറ്റ് മറച്ചില്ലെങ്കിലും ആ ഡ്രസ്സ് വൃത്തികേടില്ലാത്ത ഡ്രസ്സുകളായിരിക്കും. അങ്ങനെയുള്ള ഡ്രസ്സുകൾക്കൊക്കെ ഇടാൻ പറ്റിയൊരു സ്റ്റൈലാണിത്. അപ്പോൾ ആ ഡ്രസ്സിൻ്റെ ഭംഗിയും കാണും, നമുക്ക് മഫ്ത നല്ല കംഫർട്ടായിട്ട് കുത്തുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഡബിൾ സൈഡ് ഇപ്പോൾ ഇത് ചെറുതും ഇത് വലുതുമായിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ സാധാരണ പോലെ നമ്മൾ അടക്കി ഇങ്ങനെ കുത്തിയിട്ടുണ്ട്. അതിന് ശേഷം ഈ ചെറിയ ഭാഗമല്ലേ, ഈ ചെറിയ ഭാഗത്തിന് നിങ്ങൾ വല്ലാണ്ട് ഈ നേരത്തെ പറഞ്ഞ പോലെ വല്ലാണ്ട് ഡിസൈനൊന്നും ചെയ്യേണ്ട, ഇങ്ങനെ തന്നെ മേലേക്ക് പൊക്കുക. ഇപ്പം ഞാനിപ്പോൾ എടുത്തതിൽ ഞാൻ കുറച്ച് നീളം കുറഞ്ഞു പോയി എന്ന് തോന്നുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മളിത് ഇതുപോലെ ഇങ്ങോട്ട് മേലേക്ക് വയ്ക്കുക. ഈ ഒരു സൈഡിനെ എങ്ങനെയാണോ ഉള്ളത് ആ ചെറിയ സൈഡിനെ അതേ സൈഡിലേക്ക് മേലേക്ക് വെക്കുക. എന്നിട്ട് ബാക്കിൽ ഇങ്ങനെ വാലൊക്കെ തൂങ്ങി കിടക്കണുണ്ടോ, അപ്പോൾ അതിനൊക്കെ മെല്ലെ മെല്ലെ ഇങ്ങനെ മേലേക്ക് പൊക്കി വെക്കുക. ചിലരൊക്കെ ഇവിടെ ഇങ്ങനെ തട്ടാക്കിയിട്ട് കയറ്റി വെക്കും കേട്ടോ, അതൊരു ഭംഗിയാണ്. ഇങ്ങനെ കുറച്ച് വലുതായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യണത്. ഓക്കെ, നമുക്കിങ്ങനെ കയറ്റി വെക്കാം. അപ്പം എൻ്റെ ഉമ്മയൊക്കെ ആണെങ്കിൽ പറയും ഒട്ടകത്തിൻ്റെ ഇതുപോലെ ഉണ്ട് എന്നൊക്കെ പറയും, ഇങ്ങനെ വല്ലാണ്ട് കയറ്റി ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഉമ്മാക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഹാർഡാക്കണത് ഉമ്മാക്കും ഇഷ്ടമല്ല. അപ്പോൾ അത് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം, ഇങ്ങനെ ഈ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇട്ടിട്ട്. ഓക്കെ, അപ്പോൾ ബാക്കൊന്ന് ശ്രദ്ധിക്കുക, വല്ല വാലും തൂങ്ങി കിടക്കണുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് മേലേക്ക് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് നോക്കുക. ഈ സൈഡ് ഓക്കെ, ഈ സൈഡ് ഓക്കെ. ഇനി ഈ സൈഡിൽ വരുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ കുത്തി വെച്ചിട്ടുള്ള ഭാഗമല്ലേ, ഇതേപോലെ നമ്മൾ വല്ലാണ്ട് ഇങ്ങനെ റിസ്ക് എടുക്കൊന്നും വേണ്ട. ഇങ്ങനെ എടുത്തിട്ട് സാധാരണ മൊത്ത ചുറ്റണ പോലെ തന്നെ നിങ്ങൾക്ക് ചുറ്റി ഉള്ളിൽ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ തുള്ളിക്ക് വെച്ചോളണം. പിന്നെ ഈ ഭാഗമൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ മസ്തേനെ ഇങ്ങനെ തന്നെ ഈ സൈഡിലേക്ക് ഇട്ടു. ഇനി ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കുക. ഞാനൊരു വലിയ പിന്നാണ് എടുത്തിട്ടുള്ളത്. വലിയ പിന്നാണെങ്കിൽ കുറച്ചും കൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് മഫ്ത നിന്നോളൂ. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിന്നോളൂ. ചെറിയ പിന്നാണെങ്കിൽ ഈ മഫ്തയുടെ ഉള്ളിൽ നിന്ന് പെട്ടെന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വലിയ പിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കംഫർട്ടായിട്ട് അത് ഉള്ളിലേക്ക് ഇറങ്ങി നിൽക്കുകയും ചെയ്യും. കുറേ നേരം മഫ്ത അങ്ങനെ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കും. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഞാൻ ആകൊരു മറ്റേ മഫ്ത പിന്നെന്ന് ഉദ്ദേശിച്ചിട്ട് ഔട്ടറിലേക്ക് ആകൊരു പിന്നെ എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ. പിന്നെ ഉള്ളിൽ അഡ്ജസ്റ്റ് ചെയ്യാനാണ് നമ്മൾ എക്സ്ട്രാ കുഞ്ഞു പിന്നുകൾ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്കിത് അഴിഞ്ഞു പോകും എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വേണമെങ്കിൽ ഒരു കുഞ്ഞു പിന്നിട്ട് എന്തെങ്കിലും ചെറിയൊരു പിന്നിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് വെറുതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഈ ഭാഗമല്ലേ ഇതിങ്ങനെ നിൽക്കണം, ഗോപുരം പോലെ നിൽക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ചുളുങ്ങി പോവില്ല. ഇവിടെ ഈ ഭാഗം ഒന്ന് വലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു ജസ്റ്റ് ചെറിയതായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ പിൻ ഇടണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഈ സൈഡ് ഇപ്പം ഇങ്ങനെ അഴിഞ്ഞു കിടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സൈഡിന് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ബാക്ക് എത്രത്തോളം നീളം വേണം എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ കൊത്തി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് വൃത്തിയിൽ ഇങ്ങനെ മടക്കിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. അത് ചിലരത് സ്ഥിരമായിട്ട് ഇങ്ങനെ കുത്തുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആ ഒരു ഇത് വരും. അപ്പോൾ ഇതുപോലെ മടക്കിയിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരം അവിടെ ഉള്ളിലൊരു പിൻ ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ മഫ്ത കുത്തിയതിന് നിങ്ങൾക്കൊരു വിശ്വാസമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ കാറ്റൊക്കെ വരുമ്പോൾ ഇതിങ്ങനെ പാറിയിട്ട് ഇങ്ങനെ നിൽക്കില്ല, അതിങ്ങനെ കംഫർട്ടായിട്ട് അവിടെ കിടന്നോളും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട. ഈ പിള്ളേരൊക്കെ പിടിച്ച് വലിച്ചിട്ട് ഇതൊക്കെ ആകെ ഇങ്ങനെ മാറിനേക്കാളും നല്ലതല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ നിന്നോളും. അപ്പം ഞാൻ സാധാരണ കുത്താൻ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല, എന്നാലും ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് പലരും പറയുന്നൊരു കാര്യം, മഫ്ത ഇങ്ങനെയൊക്കെ കുത്തി കഴിഞ്ഞാൽ എങ്ങനെ ഈ മാസ്ക് ഇടുക, അതും ഈ ഉള്ളിൽ കൂടെ ഇട്ടിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കും തോറും മാസ്കിൻ്റെ പണിയും തീരും, നമ്മളൊരു വിധാവും, പിന്നെ മുടിയൊക്കെ പോരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാനിതാ ഇങ്ങനത്തെ 2 പിന്നാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളെ ചെവിയുടെ കുറച്ച് ഒരു തരി ബാക്കിലേക്കായിട്ട് ഇവിടെ പിൻ ചെയ്ത് കൊടുക്കുക. ചെവിയുമ്പോൾ കയറ്റരുത്, കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാത് കുത്തേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ഇവിടെ ഒരു പിന്നും പിന്നെ അതേപോലെ തന്നെ ഈ ഇപ്പുറത്തെ ചെവിയുടെ കുത്തി കൊടുക്കും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളെ മാസ്ക് എടുക്കാം.
നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങൾ ഈ വള്ളിക്ക് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നീളം കൊടുത്താൽ മതി കേട്ടോ. കൂടുതലും ഈ ചെവിയുടെ ബാക്ക് നോക്കി പോണേക്കാളും നല്ലത് ഈ ഒരു വള്ളി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ട് അങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, നമുക്കിന്ന് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസ്ക് ഇടാം. ഓക്കെ, അപ്പോൾ മാസ്ക് നല്ല കംഫർട്ടായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അടിയിലേക്ക് ഇടണമെങ്കിൽ അടിയിലേക്ക് ഇടാം, കയറ്റിയിടണമെങ്കിൽ കയറ്റിയിടാം. ഇനി പഴിച്ചിടണമെങ്കിലും ഇത് സുഖമാണ്. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വഴിയാണിത് മാസ്ക് വെക്കാൻ. ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. എന്നാലും ഇനി അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല ഐഡിയാസൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണതാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്